ഉണ്ണീശോയെ സ്വന്തമാക്കാൻ 25 പ്രാർത്ഥനകൾ. 7-ാം ദിനം. കൂടെ വസിക്കുന്ന ദൈവം. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഏശയ്യാ 7-ാം അധ്യായം 14-ാം വാക്യം. ദേവപുത്രൻ്റെ ആഗമനം അറിയിച്ചുകൊണ്ടുള്ള ലോകചരിത്രത്തിലെ ഏറ്റവും നല്ല മംഗളവാർത്ത നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏശയ്യാ പ്രവാചകനിലൂടെയാണ് മാനവവംശം ആദ്യം ശ്രവിച്ചത്. വിണ്ണിൽ നിന്ന് മണ്ണിൽ വന്നവൻ മനുഷ്യരോട് കൂടെ വസിക്കാൻ തീരുമാനിക്കുന്ന ദൈവപുത്രന് തിരുവചനം നൽകുന്ന മറ്റൊരു നാമമാണ് ഇമ്മാനുവേൽ. ഈ ദൈവം ലോകാവസാനം വരെ കൂടെയുണ്ടാകും എന്ന് ഉറപ്പു തരുന്നു. ദൈവം ഇമ്മാനുവേലായി നമ്മുടെ ഇടയിൽ വസിക്കുന്നു എന്ന സത്യം ആഗമനകാലത്തിലെ സുഖമുള്ള ഓർമ്മയാണ്. പ്രാർത്ഥന. മനുഷ്യ മക്കളോടൊപ്പം വസിക്കാൻ മനുഷ്യനായി പിറന്ന ദിവ്യ ഈശോയെ, ആഗമനകാലത്തിലെ 7-ാം നാളിൽ ഞങ്ങൾ നിന്റെ സാന്നിധ്യത്തിൻ്റെ തണലിൽ വസിക്കുന്നവരാണ് എന്ന ബോധ്യം ഞങ്ങളിൽ രൂഢമൂലമാക്കണമേ. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും നിന്റെ സന്നിധി ഞങ്ങൾക്ക് സംരക്ഷണമാകട്ടെ. നിന്റെ നാമം ഞങ്ങളുടെ രക്ഷയാകട്ടെ. നിന്റെ വചനം ഞങ്ങളുടെ പാതയിൽ വെളിച്ചമാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സുകൃതജപം. ഈശോയെ നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും, ഈശോയെ നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും, ഈശോയെ നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും.